പേരും വിലാസവും മാറ്റിപ്പറഞ്ഞ് 13 വർഷത്തെ ഒളിവ് ജീവിതം. അതിനിടെ വിവാഹം. 1 വർഷം മുൻപ് കണ്ണൂർ മട്ടന്നൂരിലെത്തി മരപ്പണി തുടങ്ങി. നാട്ടുകാരുമായി അധികം സമ്പർക്കമില്ല. ഫോണുണ്ടെങ്കിലും ആർക്കും നമ്പർ കൊടുത്തിരുന്നില്ല. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ 1-ാം പ്രതി സവാദ് മട്ടന്നൂരിൽ ഒളിവ് ജീവിതം നയിച്ചത് കൃത്യമായ ആസൂത്രത്തോടെ എന്നാണ് തെളിവുകൾ. കഴിഞ്ഞ 2 വർഷമായി താമസിച്ചിരുന്ന വാടക വീട് ഭാര്യയുടെ തിരിച്ചറിയൽ രേഖകൾ നൽകിയാണ് കരാർ എഴുതിയത്. അറസ്റ്റിന് 2 നാൾ മുൻപ് അപരിചിതരായ 2 പേർ വീട്ടിൽ വന്നിരുന്നതായും അയൽവാസി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. എനിക്ക് മുന്നിൽ കാണുന്ന ഏതാണ്ട് ഇവിടെ നിന്നും 100 മീറ്റർ വരെ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്നതാണ് കൈവെട്ട് കേസിലെ പ്രതിയായ സവാദ് ഒടുവിൽ താമസിച്ച ഇടം. കഴിഞ്ഞ 2 വർഷത്തിനോടടുത്ത് സവാദ് ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നാട്ടുകാരുമായി കാര്യമായ ഒരു ബന്ധം ആ കുടുംബത്തിന് അയൽവാസികളുമായില്ല. ഈ വീടിനോട് ഏറ്റവും ചേർന്നുള്ള ആ വീടാണ്. അവിടുത്തെ ആളുകളുണ്ട്, അവരോട് നമുക്ക് വിശദാംശങ്ങൾ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ നിങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു താമസം, ഇടപെടലുകൾ? കക്ഷിയായിട്ടൊന്നുമില്ല. കണ്ടാൽ ഇങ്ങനെ കണ്ട് പഠിക്കില്ല അല്ലെങ്കിൽ പഠിക്കുമെന്നാണ് ഇങ്ങനെ പറഞ്ഞ് അപ്പാട് പോയി പോകും. വേറെ കൂടുതൽ കഥകളൊന്നും ഈ 1-1.5 കൊല്ലത്തിലെടുക്ക് നമ്മളായിട്ട് ഒന്നുമില്ല. നിന്ന് വർത്താനുമില്ല. അതാണ് ഒരു മുഖാമുഖം ഒരു ചർച്ച ചെയ്തിട്ട് ആ വിഷയത്തിന് നിൽക്കില്ല. ഒരിക്കലും കണ്ണു തരത്തില്ല. അത് കണ്ണ് തരാണ്ട് പാടും. ചോദിച്ചൊരു സമാധാനം അപ്പാടൊക്കെ പോകും. ഇത്രയും അടുത്തായിട്ട് നമ്മൾ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ തന്നെ പാടില്ല. ഇത് കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബം സഹകരിക്കും? ഈ ഭാര്യയൊക്കെ ഇല്ല, ഭാര്യ ആർക്ക് ശരിക്കും പറഞ്ഞാൽ അർജന്റും കൂടെ ഇപ്പം 2-3 ആളെ കൂട്ടത്തിൽ കൊണ്ടാച്ചാൽ നമ്മളെ ഇടവലത്ത് നിൽക്കുന്ന ഇവളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നുവെച്ചാൽ ശരിക്കും കണ്ടില്ല. കുട്ടികളൊന്നും പുറത്തേക്ക് ഇറങ്ങാറ്? അല്ല, കുട്ടികൾ ഒന്ന് മദ്രസ പോകുന്നത് 9 മാസം പ്രായമായല്ലോ. ഒന്ന് 6 വയസ്സ് ഏകദേശമായിട്ടുണ്ടാവും. UKG ഏറ്റവും പഠിക്കുന്നത്. സ്കൂളിലേക്ക് ജസ്റ്റ് ഇറങ്ങി വരും. അല്ല, അത് കുട്ടി അവർ അവിടെ നോക്കും. കുട്ടി വണ്ടി വരുമല്ലോ കട്ടിക്ക്, അതിൽ പോയി കയറും. കൊണ്ടാക്കാനൊന്നും അങ്ങനെ വരുത്തൊന്നുമില്ല. കുട്ടി തന്നെ പോയി വരുന്നത്? കുട്ടി ഒറ്റക്ക് പോകും. മിണ്ടാറേയില്ല കുട്ടിയോടൊന്നും. അതപ്പോഴും ഒരു പാച്ചിലല്ലേ വൈകില്ലോ, അതുമായിട്ട് ബന്ധമില്ലല്ലോ. വണ്ടി അവിടെ വന്നിട്ട് അഭ്യർത്ഥിച്ചു പോയിച്ചു. സവാദിന്റെ പേര് നിങ്ങളോട് ഷാജഹാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു പെരുമാറ്റമൊക്കെ? എങ്ങനെയാണ്? പെരുമാറ്റത്തിലൊന്നും വേറെ ഒന്നും പറയാനില്ല. അന്നേ നമ്മൾ അങ്ങനെ ബന്ധപ്പെട്ടില്ലോ, അതുകൊണ്ടാണ് പെരുമാറ്റത്തിൽ മാറ്റമില്ലാതെ. അങ്ങോട്ട് അങ്ങനെ ആദ്യം ആളുകൾ കയറി ഇല്ല, ഒന്നുമില്ല. ഇപ്പം 2 സെപ്പറേറ്റ് പിന്നെ 2 ആൾ ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്നിരുന്നു. അത് അവർ അവിടുത്തെ ഒരു കൊടിയും വാങ്ങിയിട്ട് വന്ന് കൊടയുടെ വെച്ചിട്ട് പോയത്. അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞ് ഓൻ്റെ അമ്മേൻ്റെ ഏടത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ ഏട്ടന്മാരാണെന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. അവർ ഈ ആ വായ വെച്ച ആ സ്ഥലം അതിൽ നോക്കിയിട്ടാണ് പോയി. അപ്പോൾ സ്ഥലം എടുക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവരൊരു സ്ഥലം എടുക്കാൻ വന്ന ആളെല്ലാം നേരെ നമുക്ക് തോന്നി. ഈ വാടക വീട് കിട്ടുക എങ്ങനെയാണെന്നൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഖദീജയുടെ അല്ലേ? അതിലിപ്പോ രേഖകളൊക്കെ മാറ്റിയല്ലേ കൊടുത്തിരുന്നത്? ഈ ഭാര്യയുടെ അങ്ങനെയാന്ന് പറയുന്നിട്ട്. ഇപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ ഈ കക്ഷിന്റെ ഫുൾ അഡ്രസ് സത്യമായ പേരോടി ഇല്ല, റെക്കോർഡില്ല. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നി? കേരളത്തിൽ ഞെട്ടിച്ചൊരു കേസായിരുന്നു ഈ കൈവെട്ട് കേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രതി തൊട്ടടുത്ത് താമസിച്ചു. അത് അത്ഭുതമല്ലേ? ഇത് ഇവ വിളിച്ചു പറയാപ്പല്ലേ നമ്മൾ അറിയത്. ഞാൻ വിചാരിച്ച് ഈ സഞ്ചിയിലെല്ലാം കൊണ്ടുവന്നിട്ടെന്തോ കഞ്ചാവോ പറ്റില്ലെന്നൊക്കെ. ഇപ്പൊ കൂടുതൽ അതല്ലേ പിടിക്കുന്നത്, അതിൽ പെട്ടിരിക്കും. അതേ ഞാൻ മനസ്സിലാക്കിയില്ലോ. ഇങ്ങനെ ഒരു കൊലക്കേസിലെ ഒരു പ്രതി അതിൽ ധാരണയില്ല. എങ്ങനെയാ നിങ്ങളോടൊക്കെ എല്ലാം മിണ്ടാറൊക്കെ ഉണ്ടോ? ഇതിൽ ഇറങ്ങി വരുമ്പോ ഇല്ല, സംസാരിക്കുകയൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങ് പോകും. രാവിലെ മുഖം ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ മണങ്ങിയിട്ട് പോകുന്ന പോലെ മുഖം താഴത്തോട്ട് ആക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്നതാണ്. നൈറ്റ് എന്തായാലും ഭയങ്കര ഞെട്ടിപ്പോയിനു. ഇങ്ങനത്തെ തൊട്ടടുത്ത ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ഒരാളേനു. അവറാണ് ഇങ്ങനെ ഇത് തന്നെ. അത് ഇന്നലെ അടുത്ത വീട്ടിൽ നിന്ന് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടി കയറി വരുമ്പോൾ ഇങ്ങനെ വീഡിയോ വെച്ചുകൊണ്ട് ആശാരി പണി എടുക്കുന്നുണ്ടേനു. അങ്ങനത്തെ ഒരാളെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു കാണുമ്പോൾ ഒരു ഇത്. എന്തായാലും നേരത്തെ തന്നെ ഇവിടെ ഒരു ഒളിവ് ജീവിതം എന്ന രീതിയിൽ തന്നെയാണ് ഈ തിരിച്ചറിയൽ രേഖകളടക്കം മാറ്റി നൽകി ആ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു. കൃത്യമായൊരു ആസൂത്രണം ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്.